സമാധി നിയമവിധേയമാണോ? സമാധിയെ ട്രോളി തീർന്നെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണും. ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും ഹതയോഗയിലും പതഞ്ജലി യോഗസൂത്രയിലുമെല്ലാം മഹാസമാധിയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഭാരതീയ ആത്മീയ സങ്കല്പം അനുസരിച്ച് സമാധി എന്ന് പറയുന്നത് കൊലപാതകവും ആത്മഹത്യയോ അല്ല, മോക്ഷമാണ്, നിത്യപ്രപഞ്ചത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. അഖിൽ ഭാരതീയ പർഷ്യ ദിഗംബര ജെയിൻ പരിഷത്ത് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ 2015 നമ്മൾ സുപ്രീം കോടതി ജൈന സമുദായത്തിൽ ഉപവാസം അനുഷ്ഠിച്ച് സമാധി അടയുന്ന സത്കാര നിരോധിച്ചുകൊണ്ടുള്ള രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധി അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. കൂടാതെ സ്റ്റേറ്റിന്റെ നയങ്ങൾക്ക് വിധേയമായി മതപരമായ സമ്പ്രദായങ്ങൾ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം നമ്മളുടെ മൗലിക അവകാശവുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധ, അതായത് മനസ്സിലെ ചിന്തകൾക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് ജീവശക്തി നിലനിർത്തുന്ന പ്രാണയെ ബോധപൂർവം ഒരു സന്യാസി സ്തംഭിപ്പിച്ചുകൊണ്ട് പ്രാണത്യാഗം ചെയ്താൽ അയാളുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റം ചുമത്താൻ കഴിയില്ല എന്ന് സാരം. അതിന് ഇന്ന് സമാധിയോടൊപ്പം എത്താൻ ചിത്തവൃത്തി പോയിട്ട് അത്ര വൃത്തിയുള്ള എത്ര സന്യാസിമാരുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഇനി ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ ഫോറൻസിക് പരിശോധനയിൽ ആന്തരിക ബാഹ്യ അവയവങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാലും ടോക്സിക്കോളജി പരിശോധനയിൽ ടോക്സിക്, അതായത് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടില്ല എന്ന് കണ്ടാലും സമാധിയാണെന്ന് കണ്ട് സ്വാഭാവിക മരണം സ്ഥിരപ്പെടുത്തി പോലീസിന് കേസ് അവസാനിപ്പിക്കാനേ കഴിയുകയുള്ളൂ. ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ഇറ്റ് മാക്സിമം.